ഞാൻ ഇന്നലെ ഫുൾ ഡേ ട്രാവൽ കഴിഞ്ഞ് രാത്രി ഇവിടെ എത്തി. ഇവിടെ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വിഷ്ണുവിന്റെ സിസ്റ്ററുടെ വീട്ടിലാട്ടോ, ബെർലിനില്. അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞപ്പോൾ നാട്ടില് 1.5 വയസ്സുള്ളൊരു കുട്ടിക്ക് ഉണ്ടായ ഭയങ്കര മോശം ഇൻസിഡന്റിനെ പറ്റിയിട്ട് അറിഞ്ഞത്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു രാത്രി കിടക്കുമ്പോൾ. ആ സമയത്തായിരുന്നു ഞാൻ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിയർ സൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ മോനെ പറ്റി ആലോചിച്ച് പോസ്റ്റ് ചെയ്ത സ്റ്റോറി ആയിരുന്നു. കുറേ പേർക്ക് അത് വേണ്ടത്ര ക്ലാരിറ്റി ഉണ്ടാക്കിയില്ല എന്ന് തോന്നുന്നു. അതാണ് ഞാൻ സെക്കൻഡറി സ്റ്റോറി പോസ്റ്റ് ചെയ്തത്. അത് എന്നെ പറ്റിയോ എൻ്റെ ചുറ്റുപാടിനെ പറ്റിയിട്ടോ അല്ല, നാട്ടിലുണ്ടായ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടായിരുന്നു. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഭയങ്കര നമുക്കൊന്നും പറയാൻ പോലും പറ്റാത്ത കാര്യമാണ് അവരൊക്കെ ചെയ്തത്. അപ്പോൾ ഇപ്പം ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു 10 മാസമുള്ള മോൻ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഒരു അമ്മ എന്നുള്ള ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു അല്ല ഒരു മനുഷ്യൻ്റെ ആ ന്യൂസ്, മനസാക്ഷിയിൽ ഏതൊരാൾക്ക് ആ ന്യൂസ് മുഴുവൻ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഭയങ്കര ക്രൂവാലിറ്റി മാത്രമാണ് അതിൽ പറഞ്ഞിട്ടും അവർ ചെയ്തിട്ടുള്ളത്. അപ്പം അത് കണ്ട് എനിക്കത് പറയാനുള്ള തോന്നൽ കാരണം ഞാൻ അതൊരു സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തതായിരുന്നു. കുറേ പേർക്ക് ആ ന്യൂസ് അറിഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അത് മനസ്സിലായിരുന്നു ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. കുറച്ച് പേർക്ക് അത് ഞാൻ എന്നെ പറ്റി പറഞ്ഞതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ കുറച്ച് പേർക്ക് തോന്നി. അപ്പം എത്രയും പെട്ടെന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം തോന്നി. അത് എന്നെ പറ്റിയിട്ടായിരുന്നില്ല, ആ കുഞ്ഞുമോനെ പറ്റി ഞാൻ ആലോചിച്ച് ഇട്ടൊരു സ്റ്റോറി ആയിരുന്നു. ദൈവം സഹായിച്ച് അങ്ങനത്തെ പ്രശ്നം നമുക്കിപ്പോൾ ഇല്ല. ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കട്ടെ. എനിക്ക് മാത്രമെന്നല്ല, ഒരു ഫാമിലിയിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇനി വരാതിരിക്കട്ടെ. ആരൊക്കെ മാത്രമേ ഒന്നും മനസാക്ഷിയില്ലാതെ ക്രൂവലായിട്ട് പെരുമാറാൻ പറ്റാതിരിക്കട്ടെ.